ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ചെമ്മരിപ്പൂവിൻ്റെ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എപ്പിസോഡിൽ തുടക്കത്തിൽ തന്നെ കാണിക്കുന്ന ഇളയമ്മയ്ക്ക് പാടില്ല എന്നും പറഞ്ഞുകൊണ്ട് സുധി കോള് വിളിച്ചുകൊണ്ട് വരുന്നത് കാണുമ്പോഴത്തേക്കും പീരാൻ ചോദിക്കുന്നുണ്ട്, ആരുടെ ഇളയമ്മ, ഏത് ഇളയമ്മ എന്ന് ചോദിക്കുമ്പോഴത്തേക്കും എല്ലാവരും ഇളയച്ചനെ ആശ്ചര്യത്തോടു കൂടി തന്നെ നോക്കുകയാണ്. ഈ സമയത്ത് സുധി പറയുന്നുണ്ട്, ആരുടെ ഇളയമ്മയെന്നോ, ഇളയച്ചൻ്റെ ഭാര്യയുടെ കാര്യമാണ് ഞാൻ പറഞ്ഞത് എന്ന് പറയുമ്പോഴത്തേക്കും ഓ അവൾക്ക് എന്ത് പറ്റി, ഇന്ന് രാവിലെയും കൂടെ അവൾ എന്നെ വിളിച്ചതാണല്ലോ എന്ന് മറുപടി പറയുന്നുണ്ട്. ഈ ഒരു സമയത്ത് സച്ചി, ഹോസ്പിറ്റലിൽ കിടക്കുന്ന നിങ്ങളുടെ ഭാര്യ എങ്ങനെ നിങ്ങളെ വിളിക്കുന്നത് എന്ന് ചോദിക്കുമ്പോഴത്തേക്കും അല്ല, അവൾ ഹോസ്പിറ്റലിൽ പോകുന്നതിന് മുന്നേ എന്നെ വിളിച്ചിരുന്നു എന്നാണ് ഞാൻ ഉദ്ദേശിച്ചതെന്ന് ബീരാൻ മറുപടി പറയുകയാണ്. അതിനുശേഷം ശ്രുതി പറയുന്നുണ്ട്, എന്തായാലും വേണ്ടില്ല, ഇളയച്ചിന് ഇന്ന് തന്നെ പോകണം, ഇളയമ്മയ്ക്ക് ആരും കൂട്ടില്ലാത്തതുകൊണ്ടാണല്ലോ ആൻറ്റി വിളിച്ചത് എന്നൊക്കെ പറയാം കേട്ടോ. മനസ്സിലാമനസ്സോടുകൂടിയാണെങ്കിലും ബീരാൻ പോകാനൊരുങ്ങുന്ന സമയത്ത് ചന്ദ്ര പറയുന്നുണ്ട്, ഇളയച്ചിന് വേണ്ടിയിട്ടല്ലേ ഇവിടെ ഭക്ഷണങ്ങളൊക്കെ തയ്യാറാക്കി വെച്ചു, അപ്പം നാളെ പോയാൽ പോരെ എന്ന് ചോദിക്കുകയാണ്. വേഗത്തിന് സച്ചിയും പറയുന്നുണ്ട്, അതെ നാളെ പോയാലും മതി, നാളെ പോയാലുള്ള എല്ലാ സത്യങ്ങളും അറിയാൻ സാധിക്കുകയുള്ളൂ എന്ന് പറയുകയാണ് കേട്ടോ. ഇത് കേൾക്കുമ്പോഴത്തേ ബീരാനൊക്കെ വീണ്ടും പറയുന്നുണ്ട്, സുതിമോളെ എല്ലാവർക്കും സങ്കടമാവും ഞാൻ ഇവിടെ നിന്ന് പോയി കഴിഞ്ഞാൽ, അതുകൊണ്ട് ഞാൻ നാളെ പോയാൽ പോരെ എന്ന് ചോദിക്കുന്ന സമയത്ത് ആരും കാണാതെ ബീരാൻ്റെ കാലുകളിലേക്ക് ചവിട്ടി ഒതുക്കുകയാണ് കേട്ടോ സുധി. ഈ ഒരു സമയത്ത് ബീരാൻ കരയുന്നുണ്ട്. കരച്ചിൽ കിട്ടുകൊണ്ട് എല്ലാവരും നോക്കുന്ന സമയത്ത് ബീരാൻ വേഗം നെഞ്ചിട്ട് കൈവച്ചിട്ട്, അയ്യോ എനിക്ക് താങ്ങുന്നില്ല, എൻ്റെ ഭാര്യ ഹോസ്പിറ്റലിലാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് കരഞ്ഞുകൊണ്ട് ആക്ഷൻ കാണിക്കുകയാണ്. പിന്നീട് നമ്മുടെ ബീരാൻ മനസ്സോട് കൂടിയിട്ടാണെങ്കിലും പോകാമെന്ന് സമ്മതിക്കാൻ കേട്ടോ. റൂമിൽ ചെന്നതിന് ശേഷം സാധനങ്ങളൊക്കെ പാക്ക് ചെയ്യുന്ന സമയത്ത് ശ്രുതി അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. ഈ ഒരു സമയത്ത് ബീരാൻ പറയുന്നുണ്ട്, ഒരു ദിവസം നിന്നിട്ട് നാളെ ഞാൻ പോയാൽ പോരെ എന്ന് ചോദിക്കുമ്പോഴത്തേക്കും ഒരു ദിവസം പോയിട്ട് ഒരു നിമിഷം പോലും നിങ്ങളിനി ഇവിടെ നിൽക്കരുത്, നിങ്ങളിവിടെ നിന്ന് കഴിഞ്ഞാൽ എല്ലാ കാര്യങ്ങളും കുളമാക്കും എന്നൊക്കെ നമ്മുടെ ശ്രുതി പറയുകയാണ്. അതിനുശേഷം നിങ്ങളുടെ ലഗേജ് എടുക്കുന്നപ്പോഴത്തേക്കും ബീരാനൊക്കെ ചാക്കെടുത്ത് തലയിൽ വെക്കുന്ന പോലെ ഇത് തലയിലേക്ക് വെക്കുന്നത്. ഈ ഒരു സമയത്ത് ശ്രുതി വീണ്ടും പറയും, ഓ ഇത് ചാക്കല്ല, ഇത് ട്രോളിയാണ്, ഇത് കയ്യിൽ ഉന്തിക്കൊണ്ട് വന്നാൽ മതി എന്നും പറഞ്ഞുകൊണ്ട് ബീരാനെയും കൂട്ടിക്കൊണ്ട് പുറത്തേക്ക് ഇറങ്ങാൻ പോകുന്നതിന് മുന്നേ അച്ചാമ്മയുടെ കാല് വന്നിച്ചതിന് ശേഷം അച്ചാമ്മയുടെ യാത്ര പറയുന്നുണ്ട്. രവിയോടും ചന്ദ്രയോടും ഒക്കെ പോയിട്ട് വരാമെന്ന് പറയുകയാണ്. മാത്രമല്ല ശ്രീകാന്തിനെ ഭക്ഷണമെടുത്ത് തന്നതിന് ശേഷം പുതുമോടികളെ ഞാൻ പോയിട്ട് വരാമെന്ന് പറയാണ്ട് അവസാനം വരുന്ന നമ്മുടെ സച്ചിയുടെ രേവതിയുടെ അടുത്തേക്കാണ്. ഈ സമയത്ത് സച്ചി, എന്നാലും നീ ചേട്ടനെ കുടിപ്പിക്കണ്ടായിരുന്നു എന്ന് പറയുമ്പോഴത്തേക്ക് സച്ചി വേഗം ബീരാനെ തല്ലാനായിട്ട് കൈയൊങ്ങാണ്. ഈ ഒരു സമയത്ത് രേവതി പിടിച്ചു നിർത്തുന്നുണ്ട് കേട്ടോ. ബീരാനെ കൊണ്ടയാക്കാനായിട്ട് സുധിയും പോകുന്നുണ്ട്. ബീരാൻ പോയതിൻ്റെ തൊട്ടുപുറകെ തന്നെ എല്ലാവരും അവരവരുടെ റൂമിലേക്കായിട്ട് പോവുകയാണ്. സച്ചിയും മഹേഷും പോകുന്നതിന് മുന്നേ തന്നെ സുധിയെ തിരിഞ്ഞു നോക്കുന്ന സമയത്ത് ഇളയച്ചൻ പോയതിൻ്റെ സന്തോഷത്തിലും ആശ്വാസത്തിലും ആകെ സന്തോഷത്തിൽ നിൽക്കുന്ന സുധിയെ സച്ചി ഒന്ന് ശ്രദ്ധിക്കുന്നുണ്ട് കേട്ടോ. പിന്നീട് കാണിക്കുന്നത് ബീരാനെ കൊണ്ടാക്കിയതിനു ശേഷം സുധി അങ്ങോട്ട് തിരിച്ചു വരുന്ന സമയത്ത് ഹാളിൽ എല്ലാവരും സംസാരിച്ചുകൊണ്ടിരിക്കുന്നതായിരിക്കും. ഈ ഒരു സമയത്ത് രവി ചോദിക്കുന്നുണ്ട്, നിനക്കെന്ന് ഇളയച്ചന് എയർപോർട്ട് വരെ ഒന്ന് കൊണ്ടാക്കാൻ പാടില്ലായിരുന്നു എന്ന് ചോദിക്കുമ്പോഴത്തേക്കും ഞാൻ ചെല്ലാമെന്ന് പറഞ്ഞതാണ്, പക്ഷേ ഇളയച്ചൻ സമ്മതിച്ചില്ല എന്ന് സുധി പറയുന്നുണ്ട്. ഈ ഒരു സമയത്ത് സുധി ചന്ദ്രയോടായിട്ട് ചോദിക്കുന്നുണ്ട്, അല്ല ഇളയച്ചൻ പോയില്ല ആൻറ്റി, ഇനിയിപ്പോൾ നമ്മളിവിടെ നിൽക്കേണ്ട കാര്യമുണ്ടോ, എനിക്ക് പോയിട്ട് പാർലർ തുറക്കാനുള്ളതാണെന്ന് പറയുകയാണ് കേട്ടോ. വേഗം തന്നെ ചന്ദ്രയെ സമ്മതിക്കുന്നുണ്ട്. അതെ ഇനിയിപ്പോൾ ഇവിടെ നിന്നിട്ട് എന്തിനാന്ന് ചോദിക്കുമ്പോഴത്തേക്കും രവി പറയും, എന്തിനാ ചന്ദ്ര ഇത്ര തിരക്ക് പിടിച്ച് പോകുന്ന, 2 ദിവസം നിന്നിട്ട് പോയാൽ പോരെന്ന് ചോദിക്കുകയാണ്. അന്നേരം തന്നെ ചന്ദ്ര ചോദിക്കും, നിങ്ങൾക്ക് എന്താ ഇവിടെ ബസ് ഓടിക്കാനുണ്ടോ എന്ന് ചോദിക്കുമ്പോഴത്തേക്കും അതിന് മറുപടി പറയുന്നത് സച്ചിയാണ്. സച്ചി പറയുന്നത് എങ്ങനെയാണ്, അവിടെ ചെന്നിട്ട് എന്താ നിങ്ങൾക്ക് ഫ്ലൈറ്റ് ഓടിക്കാനുണ്ടോ എന്ന് ചോദിക്കും. സച്ചിക്ക് ഒരു ചിരിയോട് കൂടിയിട്ടാണ് രവി മറുപടി നൽകുന്നത്. ഈ സമയത്ത് വർഷയും പറയുന്നുണ്ട്, എൻ്റെ ഡബ്ബിങ്ങും മുടങ്ങി കിടക്കാണ്, എനിക്കും പോകണമെന്നുണ്ട് എന്നൊക്കെ പറയുമ്പോഴത്തേക്കും അച്ഛമ്മ പറയുകയാണ്, ആരും തന്നെ പോകണ്ട, 2 ദിവസം കഴിഞ്ഞിട്ട് പോയാൽ മതി, നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാനൊരു മത്സരം തയ്യാറാക്കി വെച്ചിട്ടുണ്ട്, ഈ മത്സരത്തെ വിജയിക്കുന്ന ആരാണോ അവർക്ക് ഞാനൊരു സമ്മാനം കരുതിയിട്ടെന്ന് പറയുമ്പോഴത്തേക്കും എല്ലാവർക്കും തന്നെ ഭയങ്കര സന്തോഷമാവണം. ഈ സമയത്ത് രവി അച്ഛമ്മയോട് ചോദിക്കാണ്, എന്തിനാമേ ഒരു പാഴ്ചിലവ് എന്ന് ചോദിക്കുമ്പോഴത്തേക്കും ഇതൊക്കെ ഒരു സന്തോഷമല്ലേ, എങ്ങനെ പാഴ്ചിലവാകുമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ നാട്ടുകാരിൽ 2 പേര് അങ്ങോട്ട് വന്നിട്ട് പറയുകയാണ്, അച്ഛമ്മയെ മത്സരത്തിനുള്ള എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ടെന്ന് പറയുകയാണ് കേട്ടോ. ഈ ഒരു സമയത്ത് സച്ചി പറയുന്നുണ്ട്, അച്ഛമ്മേ കിടന്നുറങ്ങുന്നൊരു മത്സരം വെച്ചിട്ട് ഇവനായിരിക്കും വിന്നർ എന്ന് സുധീനെ നോക്കി പറയുകയാണ്. അതിനുശേഷം വർഷയും ശ്രീകാന്തിനെ നോക്കിയിട്ട് പറയുന്നുണ്ട്, ദേ ഓട്ട മത്സരം വെച്ച് കഴിഞ്ഞാൽ ഇവരായിരിക്കും എന്ന് പറയുമ്പോഴത്തേക്കും ശ്രീകാന്ത് പറയാണ്, ഏട്ടാ മതി എന്ന് പറയുമ്പോഴത്തേക്കും ഉടനെ തന്നെ രവി പറയാണ്, സച്ചി വേണ്ട, ഒരു പ്രശ്നം ഉണ്ടാക്കണ്ട എന്ന് പറയുകയാണ്. അങ്ങനെ എല്ലാവരും കൂടി മത്സരത്തിന് പോകാനായിട്ട് ഒരുങ്ങിയാണ് കേട്ടോ. റൂമിലേക്ക് ചെന്നതിന് ശേഷം വർഷ ശ്രീകാന്തിനോടായിട്ട് പറയുന്നുണ്ട്, ദേ നിങ്ങളുടെ ഏട്ടൻ കാണിച്ചത് കണ്ടില്ലേ, എന്തൊരു മോശമായിട്ടാണ് അദ്ദേഹം പെരുമാറുന്നത്, എന്തായാലും ഈ ഒരു മത്സരത്തിൽ സച്ചിയേട്ടൻ ജയിക്കാനായിട്ട് ഞാൻ സമ്മതിക്കില്ല, രേവതി ചേച്ചി ജയിച്ചാൽ എനിക്ക് അത്ര സങ്കടമില്ല, രേവതി ചേച്ചി ജയിച്ചോട്ടെ എനിക്ക് സന്തോഷമുള്ള കാര്യമാണ്, പക്ഷെ നിങ്ങൾ സച്ചിയേട്ടനെ ജയിക്കാൻ ഞാൻ സമ്മതിക്കില്ല എന്നൊക്കെ വർഷ വാശിയോട് പറയുകയാണ്. പിന്നീട് കാണിക്കുന്ന നമ്മുടെ ചന്ദ്രയും രവിയും കൂടി റെഡിയായി ഇറങ്ങുന്ന സമയത്ത് രവി പറയുന്നുണ്ട്, രേവതിയും സച്ചിയും ആയിരിക്കും ജയിക്കുന്നത്, സച്ചിനെ അറിയാലോ ഈ നാട്ടിൽ പറഞ്ഞതുകൊണ്ട് തന്നെ അവൻ്റെ എല്ലാ മത്സരങ്ങളിലും വിന്നറായിരിക്കും എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് ചന്ദ്രയ്ക്ക് തീരെ പിടിക്കുന്നില്ല. ചന്ദ്ര നേരെ പുറത്തേക്ക് ഇറങ്ങി ചെല്ലുകയാണ്. ഈ ഒരു സമയം തന്നെ ഇവരുടെ സംസാരം കേൾക്കാനായിട്ട് അച്ഛമ്മ അടുക്കള ഭാഗത്ത് നിൽപ്പുണ്ടാവും കേട്ടോ. ചന്ദ്ര തൻ്റെ പ്രിയപ്പെട്ട മക്കളെയോടും മരുമക്കളോടായിട്ട് പറയുന്നത് എങ്ങനെയാണ്, നിങ്ങൾ തന്നെ ജയിക്കണം, സച്ചിയെ രേവതിയും ജയിക്കാൻ സമ്മതിക്കരുത്, നിങ്ങൾ ജയിച്ചിട്ട് വേണം അമ്മയ്ക്ക് അഭിമാനത്തോടു കൂടി തല ഉയർത്തി നിൽക്കാൻ എന്നൊക്കെ പറയുമ്പോഴത്തേക്കും അച്ഛമ്മ തന്നെ ഒരു തീരുമാനമെടുത്ത പോലെ തന്നെ ഹാളിലേക്ക് ചെല്ലുകയാണ്. ഹാളിലേക്ക് ചെല്ലുന്ന സമയത്ത് നമ്മുടെ രേവതിയും സച്ചിയും അങ്ങോട്ടേക്ക് റെഡിയായി വരികയായിരിക്കും.
സച്ചി രേവതിയോട് ചോദിക്കുന്നുണ്ട്, രേവതി നമ്മൾ തന്നെ ആയിരിക്കില്ല ജയിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ ആരൊക്കെ ജയിച്ചാലും അത് നമ്മുടെ കുടുംബക്കാരല്ല ജയിക്കുന്നത് എന്ന് ചോദിക്കുമ്പോഴത്തേക്കും നീ പറഞ്ഞ നേരാണ്, ആര് ജയിച്ചാലും നമ്മുടെ സഹോദരന്മാരും അതുകൊണ്ട് അവരുടെ ഭാര്യമാരും അല്ലേ എന്ന് ചോദിക്കുമ്പോഴത്തേക്കും ഇതെല്ലാം കൊണ്ട് സന്തോഷം നിൽക്കുന്ന അച്ഛമ്മ ഇവരുടെ മനസ്സ് ആർക്കും തന്നെ ഇല്ലല്ലോ, എന്തായാലും ഇതിനൊരു തീരുമാനം ഉണ്ടാക്കണമെന്ന് പറഞ്ഞിട്ട് ഹാളിലേക്ക് ചെല്ലുകയാണ്. അമ്മയിൽ നിന്ന് റെഡിയായിട്ട് എല്ലാവരും ഹാളിലേക്ക് വരികയാണ്. മത്സരിക്കാൻ തയ്യാറായിട്ടാണ് ശ്രുതിയും വർഷയും എല്ലാം അങ്ങോട്ടേക്ക് വരുന്നത്. അന്നേരം തന്നെ അച്ഛമ്മ പറയുന്നത്, നിങ്ങൾ നിങ്ങളുടെ ജോഡിയും മൊത്തമല്ല, നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ തന്നെ 2 ഗ്രൂപ്പായി തിരിച്ചിട്ടുണ്ട്. ഒന്നാമത്തെ ഗ്രൂപ്പിന്റെ തലവനായിട്ട് വരുന്നത് നമ്മുടെ രവിയാണ്. രവിയുടെ കീഴിൽ നിൽക്കേണ്ടതാണ് രേവതിയും വർഷയും ശ്രുതി എന്നും പറയുമ്പോഴത്തേക്കും നമ്മുടെ സച്ചി പറയേണ്ട, അച്ഛമ്മ എന്നെയും കൂടി അച്ഛൻ്റെ കൂട്ടത്തിലേക്ക് ആക്കാമോ എന്ന് ചോദിക്കുന്നുണ്ട്. അച്ഛൻ പറയണം, അത് പറ്റില്ല, രവിയുടെ കീഴിൽ വരുന്നത് ഇവർ 3 പേരുമാണ് എന്ന് പറയുമ്പോഴത്തേക്ക് തനിക്ക് വേണ്ടിയിട്ട് എന്തോ ഒരു ഭാരം മനസ്സിൽ കരുതിക്കൊണ്ടാണ് അച്ഛമ്മ വരുന്നത് എന്ന് ചിന്തിച്ചുകൊണ്ട് നിൽക്കുന്ന ചന്ദ്രയെ കാണിച്ചിട്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. വീഡിയോ ഇഷ്ടമായി എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും കൂടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.